ദൈവനാമത്തിന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന താവനദാസനും ദിവസനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. സങ്കീർത്തന വേദഭാവമായി നിങ്ങളുടെ മുമ്പാകെ അയൽപ്പാൻ തക്കോണം ദൈവൊരുക്കുക വഴികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പൽക്കാലം വായിച്ചു കേട്ടത്. ഇതിലെ വചനങ്ങളൊക്കെയും നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതായ സന്ദർഭത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലും പൊതുവിലുള്ളതായ പ്രാർത്ഥനയിലൊക്കെയും ഇതിലെ വചനങ്ങളൊക്കെയും നമ്മൾ പലപ്പോഴും ഉരുവിട്ട് പ്രാർത്ഥിക്കാറുള്ളതായ വചനങ്ങൾ അടങ്ങിയതായ 19 വാക്യങ്ങളുള്ളതായ ഒരു സങ്കീർത്തനമാണ് നമുക്കിന്ന് ധ്യാനിപ്പാത്തക്കോണം ദൈവമായ കർത്താവ്. അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. പിന്നീട് പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. ഇതൊക്കെയും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇതൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഉരുവിട്ട് പറഞ്ഞ് യഹോവയുടെ വചനത്തെ ഉറപ്പിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതായ വചനങ്ങളായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എന്നാൽ എല്ലാ വചനങ്ങളും എടുത്ത് പറഞ്ഞ് ധ്യാനിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. എൻ്റെ ഹൃദയത്തോടെ ഇന്ന് പൽക്കാലം ഈ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം ഇടപെട്ടതായ ഒരു വാക്യത്തിന് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചിട്ട് ഞാൻ ദിവസം ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് സങ്കീർത്തനകാരൻ ദൈവമായ യഹോവയെ സ്നേഹിക്കുവാൻ തക്കവണ്ണം കാരണം എന്നാണ് അവിടെ പറയുന്നത്. ദാവീദിന്റെ സങ്കീർത്തനമെന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനകൾക്കൊക്കെയും ദൈവം മറുപടി കൊടുത്തു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ ലോകത്തിലേക്ക് നമ്മളെ സ്നേഹിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത്? അല്ല. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ദോഷികളായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ച ഒരു കർത്താവിന്റെ സ്നേഹം നമ്മൾ അറിഞ്ഞവരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മൾ പല വിഷയങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. പഴയ നിയമചിന്തകരായിരിക്കുന്ന സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ പുതിയ നിയമവിശ്വാസികളാകുന്ന നമുക്ക് അതിനും ആഴമായ നിലയിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടിയായി തീരണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊന്നും മറുപടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിക്കാറില്ല. ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തും ആഗ്രഹിക്കുന്ന നിലകളിലും മറുപടി ലഭിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ വെറുക്കുകയാണോ? അല്ല, അപ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. കാരണം എന്താണ്? സകലതും മറന്ന് സ്വർഗമഹിമകളെ വെടിഞ്ഞ് സിംഹാസനത്തെ വെടിഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ പാപ വഴികളെ, പാപത്തിന്റെ അവസ്ഥകളെ ഒന്നും ഓർക്കാതെ കൊണ്ടും ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹം നമ്മൾക്ക് ഒരിക്കലും മറന്നു കളയുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 12 ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ദിവസം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനോട് ചേർന്ന് യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള 22 വാക്യങ്ങൾ വായിക്കുമോ? നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. അടുത്തത്, നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും.
നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ദൈവത്തിന്റെ ദാസനാകുന്ന ഭക്തനായിരിക്കുന്ന ഇയ്യോബ് എന്തോ പറയുന്നത്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം. Praise the Lord. സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ, Praise the Lord. അപ്പൊ എങ്ങനെയാണ് ദൈവത്തോട് അപേക്ഷിക്കേണ്ടത്? ശ്രദ്ധയോടെ. Praise the Lord. പലരും പ്രാർത്ഥിക്കുന്നവരിലും വാഗൊണ്ടിങ്ങനെ ഉരുവിടുന്നവരിലും മനസ്സും അവരുടെ ഹൃദയമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇയ്യോബ് പറയുകയാണ്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് തൽക്കാലം നമ്മൾ ശ്രദ്ധയോടെയാണോ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്? പലരും ദൈവസന്നിധി ഇരിക്കാറുണ്ട്. ദൈവജനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരായിട്ടുള്ള ഞങ്ങളൊക്കെ കാണുന്നത് ഇവരിങ്ങനെ ദൈവസന്നിധി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ വേറെ പല നിലകളിലാണ്, പല കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. അങ്ങനെ ആ കാര്യങ്ങൾ കാണുമ്പോൾ പ്രസംഗിക്കുന്നത് നമ്മുടെ തന്നെ ശ്രദ്ധ മാറിപ്പോകാൻ വേണ്ടിയായി. അയ്യോ പറയാണ്, നീ ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം? ശ്രദ്ധയോടെ അന്വേഷിക്കണം. സർവശക്തനോട് അങ്ങനെ അന്വേഷിച്ച് അപേക്ഷിച്ചാൽ, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറയാനുണ്ട്, നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിർമ്മലനും വിശുദ്ധിയോടെ നേരോടെ നടക്കുന്നവനാണെന്ന് വരികിൽ അവൻ ഇപ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദുരിയിൽ അവര് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി അർഹിക്കുന്ന വിധത്തിൽ അവർ ക്വാളിഫൈഡ് അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ മറുപടി തരുവാൻ ആമേൻ കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ മറുപടി പ്രാപിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അതിന്റെ മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം, പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ആമേൻ നിർമ്മലരും നേരുള്ളവരുമല്ല. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവൻ നേരുള്ളവനും ഭക്തനും. ഇയ്യോബിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നു വായിച്ചാട്ടെ. അതിന്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്, അവന്റെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കൂ. അവൻ ഒന്നാമത് നിഷ്കളങ്കൻ, അവൻ നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകലുന്നവനുമാകുന്നു. ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളിന്റെ കാര്യമാണ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ അവൾ നിങ്ങൾക്ക് വേണ്ടി ഉടനടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ എന്ന് തൽക്കാലം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമത് നിഷ്കളങ്കനായിരിക്കണം, കളങ്കമില്ലാത്തവരായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളിലും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു വാക്ക് പാലിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ കളങ്കമില്ലാത്തവരായിരിക്കണം. ദൈവദാസന്മാരോടും മറ്റുള്ള അത് ലോകത്തിൽ ആരോടായാലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നവരായിരിക്കണം, അല്ലെ പിന്നെ പറയരുത്. അപ്പൊ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, പിന്നെ നേരുള്ളവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ഗുണങ്ങളാണ്. എല്ലാത്തും ഒന്നും വിശദീകരിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല, സമയങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ദൈവഭക്തനാണ്. തന്റെ ഭാര്യ പോലും പറഞ്ഞു, നിന്റെ ഭക്തിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ദൈവത്തെ പറഞ്ഞിട്ട് മനുഷ്യ അമ്മ രക്ഷപ്പെടാൻ നോക്ക്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നാണ് ഭക്തൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവസാനമാണ് ദോഷം വിട്ടകലുന്നവൻ. അപ്പൊ ഈ 4 ക്വാളിഫിക്കേഷൻസ് ഈ ഇയ്യോബിനുള്ളത് കൊണ്ട് ഹല്ലേലൂയ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളും വന്നിട്ടും താൻ ആമേൻ ദൈവശക്തിയിൽ ഭക്തിയോടെ പിടിച്ചു നിൽക്കുവാൻ തക്കോണം ദൈവഭക്തനിടയായി തീർന്നു. ഇത് തൽക്കാലം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തെ പലരും പറയും, അയ്യാ തമിഴ്നാട്ടിലൊക്കെ ഞാൻ പോയി യുവത്തിനൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ഒരു 3.5 വർഷം ഞാൻ ഒരു തമിഴ്നാട്ടിലൊരു ചർച്ചിൽ സംബന്ധിച്ചു. അപ്പോൾ വിശ്വാസികളോട് പറയുമ്പോൾ നാളെ യോഗത്തിന് വരണം, അയ്യാ വരാം, അയ്യാ വരും, പറഞ്ഞവർ വരത്തില്ല. വാക്കിൽ വല്ല വിശ്വസ്തതയുണ്ടോ? നേരില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഇവിടെയും. പലരും ഹല്ലേലൂയ ദേവദാസം വിളിക്കുമ്പോൾ വരാമെന്നൊക്കെ പറയും, വരാം, സമയമാകുമ്പോൾ ആളിനെ കാണത്തില്ല. അപ്പോൾ ഇവിടെ ഇയ്യോബ് ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട്, ദൈവഭക്തനോട് നേരോട് ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ഹല്ലേലൂയ അല്പ പ്രയാസം ആരംഭകാലങ്ങളിൽ ദൈവം തന്നെ യഥാർത്ഥമായിട്ട് പരീക്ഷിക്കുകയായിരുന്നു. ദൈവം നമ്മളെ പരീക്ഷിക്കും കേട്ടോ. അതാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. ആ പരീക്ഷയിൽ റിസൾട്ട് വിജയമായിരുന്നത് കൊണ്ട് പിന്നത്തേതിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടിയായിരുന്നു.
ആ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ആ തലമുറയെ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കണം ഇടിയായി തീർന്നു. കാലം പ്രിയ ദൈവജനമേ, നാം ദൈവത്തിന് വേണ്ടി ശക്തിയോടെ നിന്ന് കഴിഞ്ഞാൽ അവൻ പിന്നത്തേതിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കണം ഇടിയായി തീരും. ഇയ്യോബ് അങ്ങനെ നേരോടെ ഭക്തിയോടെ ആമേ നേരുള്ളവനായി വിശ്വസനായി നിന്നതുകൊണ്ട് സകലതും നഷ്ടപ്പെടുന്ന വരെയും പിന്നത്തേതിൽ അവന്റെ ഇരട്ടിയായിട്ട് ആമേ മടക്കി കൊടുക്കുവാൻ തക്കണം ഇടിയായി തീരും. സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോബിന് രണ്ട് മക്കളുണ്ടായി, കെസിയായും യമീമായും. ദൈവവചനത്തിൽ വായിക്കുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരിമാരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മൾ ദൈവത്തിന് വേണ്ടി സ്നേഹത്തോടെ വിശ്വസ്തയോടെ കളങ്കമില്ലാത്തവരായി ശക്തിയോടെ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തേതിലല്ല പിന്നത്തേതിലാണ് നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഞാൻ മടങ്ങി വരട്ടെ. 6-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 6-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, അവൻ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ ഉറപ്പുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ആഴമായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. വെറുതെ നമ്മൾ പ്രാർത്ഥിച്ച് വിടുകയില്ല. ഹല്ലേലൂയ. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഒരാളിലേക്ക് ചെല്ലുന്നവരിൽ ആ ആള് നമ്മൾക്കത് നൽകിത്തരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ആളിന്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് ഈ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നൽകി തരുവാൻ തക്കോണം അവൻ വിശ്വസനായ ദൈവമാണ്, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും, അവൻ എനിക്ക് വേണ്ടി മറുപടി തരും എന്നുള്ള ഉറപ്പോട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവന്റെ സന്നിധിയെ പ്രാർത്ഥിക്കുക. പക്ഷേ അതിന്റെ പിന്നിൽ നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ വായിച്ചതുപോലെ അതിനുള്ളതായ ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടായിരിക്കണം. അതിനുള്ളതായ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പ്രാപിച്ചെടുക്കുവാനുള്ളതായ ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മറുപടി നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരൂ. 1-2 വാക്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 1 ശമൂവേൽ 1:27 ഒന്ന് വായിച്ചാട്ടെ. അവിടെ പ്രാർത്ഥിച്ച ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ലഭിച്ച വിടുതലിനെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 1 ശമൂവേൽ 1:27. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഈ ബാലന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. യഹോവയോട് ഞാൻ കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ആരുടെ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹന്നയുടെ പ്രാർത്ഥനയാണ്. ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ളതായ മറുപടി. ആമേൻ. 2 ഭാര്യമാരുണ്ടെങ്കിൽ ഹന്നയുടെ ഗർഭം യഹോവയായ ദൈവം അടച്ചിരുന്നു. അതുകൊണ്ട് അവൾ ഒത്തിരി മാനസികമായി ആമേൻ സങ്കടപ്പെട്ടു, ഭാരപ്പെട്ടു. ആമേൻ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ പുരോഹിതൻ പോലും തന്നെ ആമേൻ അവളെ ആമേൻ ക്ഷീണിപ്പിക്കുവാൻ കണങ്ങളിലുള്ള വാക്കുകൾ പറഞ്ഞവളെ ആമേൻ ഭാരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എങ്കിലും അവളെ തളർന്നു പോയില്ല. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നമ്മൾ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നതായ വാക്കുകൾ ഹല്ലേലൂയ ഒരിക്കലും നമ്മളെ ക്ഷീണിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചങ്ങനാശ്ശേരിക്കടുത്ത് ഇത്തിത്താനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സഭയെ സൂക്ഷിച്ചു. അവിടെ ഒരു 3 വർഷം സഭയെ സൂക്ഷിച്ചു. അപ്പോൾ അവിടെ സഹോദരി വരുന്നുണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ട് 5 വർഷത്തോളമായി. അവർക്ക് മക്കളില്ല. അപ്പൊ ഇന്നും സഹോദരി സഹായങ്ങളൊന്നും മുടക്കത്തില്ല. സമയമാകുമ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥന ആയാലും ആമേൻ സഹായമായാലും മുടക്കാതെ എന്ന് വരും. അപ്പൊ ഈ അയലോക്കക്കാരൊക്കെ ഈ സഹോദരി പുസ്തകമൊക്കെ ആയിട്ട് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും. അയ്യോ, ഇതുവരെയും ഒന്നും കാണുന്നില്ലല്ലോ, വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായല്ലോ, എന്തുവാ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? അപ്പൊ ആരെന്തെല്ലാം പറഞ്ഞ് കളിയാക്കാരി എന്നോട് വന്ന് പരാതി പറയും. പക്ഷേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇന്ന രീതി പറഞ്ഞു. ഞാൻ പറഞ്ഞ സഹോദരി ഭാരപ്പെടേണ്ട, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കൂ. ഹല്ലേലൂയ. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ദിവസം ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ തക്കവണ്ണം വേണ്ടി ആയിത്തീർന്നു. ആ സഹോദരിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവൾ പറയുന്നത് ഹല്ലേലൂയ, എന്റെ വയറ്റിൽ നിന്ന് എന്തോ ഒരു വലിയ കനമുള്ളതായ ശക്തി ഇറങ്ങിപ്പോയതുപോലെ ഹല്ലേലൂയ എനിക്ക് അനുഭവപ്പെട്ടു. അതിന്റെ പിറ്റേ വർഷത്തിൽ അവൾക്ക് ഒരു ആൺപൈതലിനെ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം വേണ്ടി ആയിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പരിഹാസത്തിലും അവമാനത്തിലും തളർന്നു പോകാതെ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മറുപടി തരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞൊരു സാരം
അല്ലെങ്കിൽ വിശ്വസ്തയോടെ നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമുക്ക് മറുപടി തരുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അന്നാ പറയാണ്, ഹല്ലേലൂയ, അവൻ എന്റെ പ്രാർത്ഥന ഈ ഒരു മകനായിട്ട് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ മകനെ കൊണ്ട് എവിടെ വിട്ടു? ഹല്ലേലൂയ, യഹോവയുടെ ആലയത്തിൽ. അയാളുടെ പേരാണ് എന്ത്? ശമൂവേൽ പ്രവാചകൻ. ദൈവത്തിന്റെ സ്തോത്രം. ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ, വിശ്വസതയുള്ള പ്രവാചകനാണ് ശമൂവേൽ. ദൈവത്തിന് സ്തോത്രം. അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത നിലയിൽ ആ ശമൂവേലിനെ ദൈവം അഭിഷേകം ചെയ്യുവാൻ തക്ക ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ചു മേടിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രൈസലോ, ഇന്ന് പലക്കാലം നമ്മൾ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ച് അനുഭവമാക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ അവയെ പലരും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നുണ്ടെന്നാൽ അതിനപ്പുറമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ പ്രാപിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഈ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക ഇടയായി തീരണം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 1 വാക്യം വായിച്ചാട്ടെ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. എലിസബത്തിനോട് ദൈവം ദൂതം പറയുന്ന ആലോചനയാണ്. സക്കറിയാവിനും എലിസബത്തിനും മക്കളില്ല. അവർ ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അബിയാക്കൂറിൽ, ആമേൻ, 24-ാമത്തെ കൂറായിരിക്കുന്ന അബിയാക്കൂറിൽ ഉള്ളതായ സക്കറിയാവ് ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി പ്രായമായി അവർക്ക് മക്കളില്ല. ദൈവദൂതൻ വന്ന് പറയുകയാണ്, ഹല്ലേലൂയ, ഇതാ നിന്റെ എലിസബത്ത് ഇതാ ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു. അവനെ കുറിച്ചുള്ള ഗുണങ്ങളാണോ ആ ഭാഗം ഒന്നുകൊടുത്ത് വായിച്ചാട്ടെ ഭാഷേ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ, അവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ തക്കണം ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, നോക്കി, പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതിന്റെ പ്രത്യേകത കണ്ടോ. ദൈവത്തിന് സ്തോത്രം. വലിയവനാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മുമ്പ് തന്നെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കിയ യോഹന്നാൻ സ്നാപകന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇന്ന് തൽക്കാലം ഹല്ലേലൂയ നാളുകളായി ആമേൻ സക്കറിയാവും ഒക്കെയും ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ പ്രാപിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളതായ കാര്യം ഇന്ന് തൽക്കാലം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു 16-ാം സംഗീതത്തിൽ പറയുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇങ്ങനെ മറുപടി കിട്ടിയ ദൈവഭക്തന്മാര്, ദേവദാസന്മാര് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേൻ മറ്റുള്ളവർ ആരല്ല എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ചാലും നമുക്ക് മറുപടി ആമേൻ താമസിക്കുന്നത് കണ്ട് അനേകരും നമ്മളെ ആക്ഷേപിച്ചാലും അല്ല നമ്മളെ ആമയെ കളിയാക്കിയാലും ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കൂ. ദൈവം തക്ക സമയത്ത് നമുക്ക് മറുപടി നമ്മെ സഹായിപ്പാൻ തക്ക വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് പിന്നെയും സ്നേഹിക്കാം, ആരാധിക്കാം, ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കാം എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകളിൽ എത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.